First of all, thank you so much, uncle, auntie, family, church. എല്ലാവർക്കുമായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. I think Malayalam, I think most of the people can understand Malayalam in this church. And at the same time, I am more comfortable in Malayalam. So mostly I am talking in Malayalam only. So that will be, a blessing for everyone. Language is not at all an issue. I am 100% sure. So, ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അടൂർ താലൂക്കിൽ ഏഴംകുളം വില്ലേജിൽ നെടുമൺ മുറിയിൽ കല്ലേത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 20 വർഷമായി ദുബായിയുടെ പ്രദേശത്ത് ജോലിയും കർത്താവിൻ്റെ വേലയിലും ഒക്കെ ആയി തീരുവാൻ വലിയവനായ ദൈവം ഒരുക്കുന്ന കൃപയ്ക്കായി പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരിക്കലും നഷ്ടമായി പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ പറയുന്നത് ആരെക്കുറിച്ചാണെന്നും ആരുടെ കാര്യമാണെന്നും വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും എല്ലാം ഈ നാളുകളിൽ നാം കണ്ടുവരുന്ന ഒരു വലിയ ഭയത്തിൽ നിന്നാണ്. കാരണം പെന്തക്കോസ്ത് സമൂഹം എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ബഹുഭൂരിപക്ഷവും ഭയത്തിൽ നിന്നാണ്. ഒരു ചെറിയ പനി വരുമ്പോൾ ഭയം, ജോലിക്ക് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഭയം, മറ്റ് പല 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 കാര്യങ്ങളിൽ ഭയം. പ്രൈസ് ഗോഡ്. ശരിക്കും പറഞ്ഞാൽ ദൈവ മക്കൾ ഭയപ്പെടേണ്ടത് മൂന്നേ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റെല്ലാ ഭയങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോകും. ഇത് ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് മാത്രമല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഒന്ന്, എബ്രായർ ലേഖനം, എബ്രായർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. എബ്രായർ ലേഖനം 4:1. അത് സമയമെടുക്കുമെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ലഭിച്ചിരിക്കെ അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടും. ഒന്ന്, നമ്മെ വിളിച്ചിരിക്കുന്ന അവന്റെ സ്വസ്ഥതയിലേക്കാണ്. പ്രൈസ് ഗോഡ്. ഒന്ന് ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരാൾ കയറുന്നത് കർത്താവിലേക്കാണ്. കർത്താവ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് കൊലോസ്യർ 1:12 പറഞ്ഞ് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്നുള്ളത്. ആക്കുമെന്നല്ല, ആക്കി വെച്ചിരിക്കുന്നു. അപ്പോ ഒരു സിറ്റിസൺഷിപ്പ് നമ്മൾ കളഞ്ഞിട്ട് പൂർണ്ണമായി സ്വർഗീയ സിറ്റിസൺഷിപ്പിലേക്ക് നമ്മൾ കാൽ കടത്തി വെക്കുകയാണ്. അവിടെ ഭയമുള്ള രാജ്യമല്ല അത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ രാജ്യത്തിന്റെ പ്രത്യേകത കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഴ്ചയുള്ള രാജ്യമാണ്. ഒന്ന് ഞാൻ പറയാം, പെന്തക്കോസ്ത് ഗോളത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റക്കാര്യത്തിൽ നമ്മളെ തകർത്തി കളയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല, ഒരു പിശാചിന്റെ കുഞ്ഞിനും പറ്റത്തില്ല. പറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതായത് വചനം പറയുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അല്ലാതെ അതായത് ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു, ക്രിസ്തുവിന്റെ ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ്. ആ ജ്ഞാനത്തെ കർത്താവ് നമ്മുടെ അകത്ത് ഫിക്സ് ചെയ്ത് തന്നാൽ അതിന്റെ അർത്ഥം ഇനി മേലാൽ ഇവർ രണ്ടല്ല ഒന്നത്രേ. ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വിച്ഛേദിക്കരുത്. ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വിച്ഛേദിക്കരുത്. ഇത് രണ്ടും രണ്ടാണെന്ന് എപ്പ ചിന്ത ഉള്ളിൽ വന്നോ അന്ന് പിശാചകത്ത് കയറും. ഇത് രണ്ടും രണ്ടാണെന്ന് എപ്പോഴൊക്കെ നമ്മൾ ജോലിക്ക് പോയാലും ഏത് മേഖലകളിലായാലും ഇത് വന്നു കഴിഞ്ഞാൽ ഭയം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പോ നാം ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒന്ന് കൈവെക്കണേ, ഇത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ. ഓക്കെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോ നാം ഒരു സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന നമ്മളെ ആ സ്വസ്ഥതയിൽ നിന്ന് മാറ്റിക്കളയുവാൻ പിശാച് ശ്രമിക്കും. അതവന്റെ ജോലിയാ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് ഫലിക്കണമെങ്കിൽ ഈ പരിജ്ഞാനം നമ്മിൽ നിന്ന് മാറ്റണം. ആ പരിജ്ഞാനത്തെ മുദ്രയിടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നേക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ 2 കോരിന്ത്യർ എബ്രായ ലേഖനം 4:1 പറയുന്നു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ വാഗ്ദത്തം ലഭിച്ചിരിക്കുക, അത് ലഭിക്കാതെ പോയിരിക്കുന്നു ഭയപ്പെടുവീൻ. 2 കോരിന്ത്യർ 11:2-3 വാക്യം. ഹീബ്രു ചാപ്റ്റർ 11, 2 and 3. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ വിളിച്ചിരിക്കെ നമ്മുടെ മനസ്സ് ആ ഏകാഗ്രതയും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്
വഷളായി പോകുമോ എന്ന് നാം ഭയപ്പെടണം. മനസ്സിലായോ? അതായത് നമ്മെ ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ക്രിസ്തുവുമായിട്ടാണ്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വചനം പരിശോധിക്കുമ്പോൾ വിവാഹ നിശ്ചയം ചെയ്താൽ വിവാഹത്തിന് തുല്യമാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, മറിയ കൂടി വരും മുമ്പേ ഗർഭിണിയായി എന്ന് കണ്ടിട്ട് യോസഫ് നീതിമാനാകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചെന്ന് പറയുന്നു. അപ്പൊ അവിടെ പറയുന്നു, ദൈവം രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുക, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട എന്ന് വെച്ചാൽ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് തുല്യമാണ് ദൈവത്തിന്റെ വചനപ്രകാരം. അപ്പോ കർത്താവുമായി നമ്മെ അവൻ ഒട്ടിച്ചു ചേർത്തു. ഇനിയും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് മാത്രമേ നടക്കാനുള്ളൂ. ഇത് ഹൃദയത്തിനകത്ത് രജിസ്റ്റർ ചെയ്യണം, ഇത് രജിസ്റ്റർ ചെയ്യണം, ഇത് രജിസ്റ്റർ ചെയ്യണം. പല പ്രാർത്ഥനകളും മാറിപ്പോകും. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പല ഭയങ്ങളും മാറിപ്പോകും. അതായത് കർത്താവും നമ്മളും ഒന്നാണ് എന്നുള്ള ചിന്ത നമ്മെ എല്ലായ്പ്പോഴും ഭരിക്കണം. മൂന്നാമത്തെ കാര്യം, 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ പ്രവാസ ജീവിതം ഭയത്തോടെ കഴിച്ചു കൂട്ടണം എന്ന് വെച്ചാൽ ഭയം എല്ലാത്തിനെയും ഭയക്കാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മേളും താഴെയും വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഭയം, പിതാവിനോടുള്ള ഭയം, അത് സ്നേഹം കലർന്ന ഭയം, അത് റെസ്പെക്ട് ഉള്ള ഒരു ഭയം. ഈ 3 കാര്യങ്ങൾ ഭയമായി നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടെങ്കിൽ നീ ക്യാൻസറിനെ ഭയക്കത്തില്ല, ജോലി പോകുന്നതിനെ ഭയക്കത്തില്ല, എന്തൊരു പ്രതികൂലം വന്നാലും നീ ഭയക്കത്തില്ല, ഒരു യുദ്ധത്തെയും ഭയക്കത്തില്ല, ഒന്നിനെയും ഭയക്കത്തില്ല. വിജയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ നമ്മുടെ ദൈവം നമുക്ക് മതിയായവരാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗി 5-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ അത്രേ അവർ ദോഷം ചെയ്യുന്നത്. അപ്പം ഈ ഒരു പരിജ്ഞാനം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ അകത്ത് കയറ്റിയാൽ ഒരു ദോഷവും പിന്നെ നമ്മളിൽ വരത്തില്ലെന്നാണ് വാസ്തവം. കാരണം ആ പരിജ്ഞാനം അകത്തിരിക്കുമ്പോൾ ഒരു തെറ്റ് ഉള്ളിൽ കൊണ്ടുചെല്ലുമ്പോൾ വചനത്തെ അവന്റെ ആ ഒരു കൂരമ്പിനെ വചനം കൊണ്ട് നമ്മൾ നേരിട്ടതിന്മേൽ ജയമെടുക്കും. പ്രൈസ് ഗോഡ്. തോറ്റും ജയിച്ചും ജയിച്ചും തോറ്റും ജയിച്ചും പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ജയകരമായി മുന്നോട്ട് പോകുന്നതാണ് ക്രിസ്ത്യൻ ജീവിതം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ പരിജ്ഞാനമില്ല എങ്കിൽ വരുന്ന കാര്യം പലതും നമുക്ക് മനസ്സിലാകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെക്കാട്ടിലും ഒത്തിരി പ്രായമുള്ള, എന്നെക്കാട്ടിലും വിവരവും പ്രൈസ് ഗോഡ് ജ്ഞാനവും ഉള്ള ഒത്തിരി പേര് ഇവിടെ തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിത് വളരെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞതിന്റെ കാരണം ഇത് അത്രത്തോളം ഉറപ്പായത് കൊണ്ടാണ്. മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് നമുക്കറിയാം. 1 തിമോഥെയോസ് 2-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത യേശു ക്രിസ്തു തന്നെ മധ്യസ്ഥൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം. അപ്പോ പെന്തക്കോസ്തുകാർക്ക് നമുക്ക് മധ്യസ്ഥനുണ്ടോ? ഉണ്ട്. ആരാ? കർത്താവായ യേശു ക്രിസ്തുവാ. അപ്പോ കത്തോലിക്കർക്കും മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ പുണ്യവാളന്മാരുണ്ട്, മധ്യസ്ഥന്മാരുണ്ട്. ഇന്ന് പെന്തക്കോസ്തുകാർക്ക് മധ്യസ്ഥനുണ്ടോ? പുതിയ ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആരെയും വേദനിപ്പിക്കാനുമല്ല. 5ഉം 10ഉം 15ഉം വർഷമായി വിശ്വാസ ജീവിതത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ഒരു ചെറിയ പ്രതികൂലം വരുമ്പോൾ പാസ്റ്ററെ വിളിച്ച് പാസ്റ്ററെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അത് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറും. അതിന്റെ കൺട്രോൾ ചിലപ്പോൾ പിശാച് ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? എന്തുകൊണ്ട് നിന്റെ ആ ഒരു പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകുന്നു? ഒന്ന് ഞാൻ പറയാം, ഒരു കുഞ്ഞു പ്രാർത്ഥിച്ചാലും പരമാർത്ഥ ഹൃദയത്തോടെയാണെങ്കിൽ അത് ദൈവസന്നിധി ഉവ്വ ഉവ്വ എന്ന് മാത്രമാണ്. അതായത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് യെസ് എന്ന് മാത്രമാണ് മറുപടി. അപ്പോ അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കില്ല എങ്കിൽ നാം എല്ലാം മധ്യസ്ഥ ഏൽപ്പിക്കും പ്രാർത്ഥിക്കുവാൻ. ഇതൊക്കെ തുടക്കക്കാർക്കല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി വർഷങ്ങളായി ഇതിനകത്തിരിക്കുന്നവർ. രണ്ടാമത്തെ കാര്യം, ദീർഘായുസിനെ കുറിച്ച്. ഈ വാക്യം ഒന്ന് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടാൻ വേണ്ടി. ആവർത്തന പുസ്തകം 30:20. ആവർത്തന പുസ്തകം 30:20. അതായത് ദീർഘായുസിനെ കുറിച്ച് അവിടെ പറയുന്നു. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ പറയുന്നു. പരിജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഉടനെ ചിന്തിക്കും, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെ നോക്കി ഒരു 120 വർഷം വരെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. കാര്യം വചനം സത്യമല്ലേ. എന്നാൽ അതേ അല്ല ദൈവവചനത്തിൻ്റെതായിട്ടുള്ള മർമ്മങ്ങൾ. ഇത് അറിയാതെ പോയാൽ, പരിജ്ഞാനമില്ല എങ്കിൽ, ആ പരിജ്ഞാനം ഇല്ലായാൽ മാത്രമേ എന്റെ ജനം നഷ്ടപ്പെട്ടു പോകൂ, നശിച്ചു പോകൂ. വായിക്കാം ആവർത്തന പുസ്തകം 30:20. ഒരു എക്സാമ്പിൾ ആയിട്ട്. എന്റെ വിഷയങ്ങൾ ഇതൊന്നും അല്ല.
പെട്ടെന്ന് വായിച്ചു. ആവർത്തന പുസ്തകം 30:20. യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കാമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ ഇവിടെ തൊട്ടാണ് ശ്രദ്ധിച്ചോണം. യഹോവയെ സ്നേഹിക്കുകയും, വായിച്ചോ, അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ അല്ല അങ്ങനല്ല. യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവനും ദീർഘായുസ്സും. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് ദീർഘായുസ്. അതുകൊണ്ടാണ് പറയുന്നത് ലോകപ്രകാരമുള്ള ഡെഫിനേഷനും ദൈവവചനത്തിന്റെ ഡെഫിനേഷൻ തമ്മിൽ ഗജാന്തരം വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇത് ആക്കിയില്ലെങ്കിൽ നാം എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര അന്യഭാഷ പറഞ്ഞിട്ടും കാര്യമില്ല. പരിജ്ഞാനമാണ് ഏറ്റവും മുഖ്യം. ആത്മാവിൽ ചാലിച്ചെടുക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് ഈ പറയുന്ന പരിജ്ഞാനമെങ്കിലും അകത്തേക്കൊന്ന് കയറ്. അപ്പൊ ഏറ്റവും ദീർഘായുസ് ആർക്കാരെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനാ. കാരണം 33.5 തിരുവയസ്സു വരെ അവൻ ഈ ഭൂമിയിൽ മനുഷ്യന്റെ വേഷത്തിൽ ജീവിച്ചുള്ളൂ, അല്ലെ മനുഷ്യനായി ജീവിച്ചുള്ളൂ. എങ്കിലും അവനാണ് ഏറ്റവും കൂടുതൽ ദീർഘായുസ്. കാരണം അവൻ ഏറ്റവും കൂടുതൽ പിതാവിനോട് ഒട്ടിച്ചേർന്നിരുന്ന് ഒന്നായിരുന്നവൻ അവൻ മാത്രമാണ്. അപ്പൊ വർഷത്തിനല്ല അവിടെ ഇമ്പോർട്ടൻസ്, മറിച്ച് ദൈവത്തോട് യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവനും ദീർഘായുസ്സും. ഹല്ലേലൂയ. അത് അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. എന്റെ വിഷയം അതല്ല. വീണ്ടും ഞാൻ തിരിച്ചു മടങ്ങി വരുന്നു. ഈ പരിജ്ഞാനമാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അല്പസമയം കൂടി പോയാലും ദൈവമക്കൾ എന്നോട് വിഷമം തോന്നരുത്. കാരണം പ്രൈസ്, ഞാൻ സമയത്തിന് തന്നെ നിർത്തുന്ന ആള് തന്നെയാണ്. ഈ നാളുകളിൽ ടിവിയുടെ ചില മിനിസ്ട്രി ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്ന. ടൈം അഡ്ജസ്റ്റ് വെച്ച് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സമയം മുതൽ മാക്സിമം ഒരു 30 മിനിറ്റിന് അപ്പുറം പോകത്തില്ല. അതിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നിൽക്കാം. പ്രൈസ് ഗോഡ്. അപ്പൊ ഒന്ന് ഞാൻ പറയാം, യഥാർത്ഥമായ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റാ. പിന്നെ വലിയ ഭാരവും പ്രയാസവും ഒന്നും അവന്റെ ജീവിതത്തിലില്ല. അതായത് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഒരു ചേഞ്ച് വരുമെന്ന് പറഞ്ഞ മനസ്സിലായോ? അതായത് മരണത്തിന് മുമ്പിൽ ഒരിക്കൽ മാത്രം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ സകല ഭാരവും എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുന്ന യഹോവയത്രേ. പിന്നെയും പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ കഷ്ടവും ആ ഭാരവും ഒന്നും ലോകപ്രകാരമുള്ള കഷ്ടമാണ് എന്ന് ദൈവമക്കൾ തെറ്റിദ്ധരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പരിജ്ഞാനത്തിന് വലിയ ഇമ്പോർട്ടൻ്റാ. എഴുതിയിരിക്കുന്ന അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ നാം പരാജയപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയും, അതിനുവേണ്ടി ഒരു 8 വാക്യം ഞാൻ വായിക്കും. ദൈവമക്കൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇത് മനസ്സിലാകുന്നുവെങ്കിൽ, എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് സത്യമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എടുക്കാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 9 മുതൽ 10 വരെ ഞാൻ വായിക്കും. അവിടുന്ന് ഒരാൾ ഫിലിപ്പിയ ലേഖനം 1:29 വായിക്കണം. ഫിലിപ്പിയ ലേഖനം 1:29. ഫിലിപ്പിയ ചാപ്റ്റർ 1 verse 29. Somebody should read from your side. On my side I will read 2 Corinthians chapter 7 verse 9 to 10. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ ദൈവഗീത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. അപ്പൊ ദുഃഖം ദൈവത്തിന് ഇഷ്ടമാണോ? യെസ്. ദൈവത്തിന്റെ മക്കൾ ദുഃഖിക്കണം, കഷ്ടപ്പെടണം. പക്ഷെ അത് എന്തിനുള്ള കഷ്ടപ്പാടാണെന്ന് ദുഃഖമാണെന്ന് മനസ്സിലാക്കണം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണം ഉളവാക്കുന്നു. അടന്ത ചൂടാ രബത്തുജാല. ലോകത്തിന്റെ ദുഃഖമോ മരണം വരുന്നു. ദൈവികമായ ദുഃഖമോ നിന്നെ നിത്യ രാജ്യത്തിന് അവകാശിയാക്കി തീർക്കും. അടംബല റിബലഭവ. കാരണം മാനസാന്തരത്തെ എന്തിനു വേണ്ട? ദൈവത്തിന്റെ ദുഃഖം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അതോർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം ആ ദൈവം ആഗ്രഹിക്കുന്ന ദുഃഖമാത് ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതായ ദുഃഖം. എന്നാൽ ലോകപ്രകാരമുള്ള ദുഃഖം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് മരണം ഉളവാക്കുന്നു. അതിലേക്ക് നാം കടന്നു പോകുക. ലോകത്തിലുള്ള ഒരു ദുഃഖവും ഒരു കഷ്ടവും ഒരു പ്രയാസവും നാം ഏറ്റെടുക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ഇത് ഞാൻ പറയുന്നത് ഒരു certain കാറ്റഗറി ആൾക്കാരോട്, എല്ലാവരോടും അല്ല. അതായത് ദൈവവചനത്തിലും അതിന്റെ ആഴങ്ങളിലും ഉന്നതമായ ലെവലിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിനക്കിത് നഷ്ടമാകത്തില്ല. പ്രൈസ് ഗോഡ്. കാരണം ലോകം നമുക്കും നാം ലോകത്തിനുമെതിരെ ക്രൂശിക്കപ്പെട്ടവരാ. യേശു പറഞ്ഞു, ലോകം ഇനി നമ്മളിൽ ഇല്ല. കാരണം ഉണ്ടായിരുന്ന ലോകം യേശു മൂലം അവസാനിപ്പിച്ചു. അവന്റെ പുനരുദ്ധാനത്തിൽ ന്യായപ്രമാണമാകുന്ന ലോകം അവിടെ അവസാനിച്ചിട്ട് നമ്മെ സ്വർഗരാജ്യത്തിന് അധിപന്മാരാക്കി വെച്ചു. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാകത്തില്ല ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആർക്കെങ്കിലും കൂടുതലായി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും വാട്സപ്പിൽ എന്നെ മെസ്സേജ് ചെയ്യാം. റോമാലേഖനം. അപ്പൊ ശരിക്കും കഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ക്രിസ്തു മൂലമുള്ള കഷ്ടം മാത്രമേ ദൈവ പൈതൽ എടുക്കാവൂ. മനസ്സിലാകുന്നുണ്ടോ? കഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്ത് കഷ്ടമുണ്ടോ? പ്രൈസ് ഗോഡ്. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് പരിജ്ഞാനം പ്രാപിച്ച ഒരു ദൈവ പൈതൽ ക്രിസ്തു മൂലമുള്ള കഷ്ടം, ദൈവവചനം നിമിത്തമുള്ള കഷ്ടം, ക്രിസ്തു മൂലമുള്ള നിന്ദ, ക്രിസ്തു മൂലമുള്ള ഭാരം, ഇത് മാത്രമാണ് നമുക്ക് അവകാശം. അതൊരു ഭാഗ്യമാണ്. അതിലൂടെ മരണം വരിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം, ഞാൻ 8 വാക്യം വായിക്കും, നിങ്ങൾക്കത് മനസ്സിലാകും. റോമാലേഖനം 8-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നു. ഇതിനു മുമ്പേ പറഞ്ഞ വാക്യം നിങ്ങൾ വായിച്ചില്ല. ഫിലിപ്പിയ ലേഖനം 1:29. ഒരാൾക്ക് ശബ്ദവൃത്തി വായിക്കാവോ? ദൈവം തന്നെ 29. അതെ, ഫിലിപ്പിയ ലേഖനം 1:29. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അവന് വേണ്ടി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, അതെല്ലാരും വിശ്വസിക്കും. ഇവൻ പിശാചി പോലും ചിലപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. അവൻ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുക. എന്തുകൊണ്ടാ വരം യൂസ് ചെയ്യാത്തത്? യഥാർത്ഥമായ ദൈവവചനം പ്രസംഗിക്കുന്ന, യഥാർത്ഥ വചനത്തിൽ നിൽക്കുന്നവന് കഷ്ടതയുണ്ട്. ആ കഷ്ടത സഹിഷ്ണുതയെ കൊണ്ടുവരും. ആ കഷ്ടത പ്രത്യാശ സിദ്ധതയെ കൊണ്ടുവരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഹൃദയത്തിനകത്ത് തകർത്ത് കയറുന്നെങ്കിലും ഒരു സ്തോത്രവലയിലേക്ക് പറഞ്ഞു. എനിക്കിത് പിന്നെ പല പ്രാവശ്യം ചുറ്റുപിടിച്ചപ്പോഴും എല്ലായ്പ്പോഴും എനിക്ക് ഭയങ്കര അകം തിളക്കിയ. റോമാലേഖനം 8:15 മുതൽ 19 വരെയുള്ള വാക്യം ഇപ്രകാരം പറയുന്നു. ഭയപ്പെടേണ്ട ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവുതാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകും, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. അപ്പൊ തേജസ്കരണം വേണോ? കഷ്ടതയുണ്ട്. ആ കഷ്ടത എന്ന് പറഞ്ഞാൽ ലോകം തരുന്ന കഷ്ടതയല്ല, ക്രിസ്തു മൂലമുള്ള കഷ്ടതയാ. ഈ കഷ്ടത അനുഭവിച്ചാൽ അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു പ്രതിഫലം, അതിന്റെ റിവാർഡ് എന്ന് പറഞ്ഞത് തേജസ്കരണമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമീൻ. ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ കിട്ടുന്ന നിന്ന, അല്ലെങ്കിൽ ആമീൻ കിട്ടുന്ന മർദ്ദനം, ആ കഷ്ടതയാണ് കഷ്ടത. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരാൾ 1 പത്രോസ് 4:19 എടുക്കുക. 1 പത്രോസ് 4:19. ഞാൻ 2 കോരിന്ത്യർ 1:5 മുതൽ 8 വരെയുള്ള വാക്യം വായിക്കുക. ഒരാൾ 2 പത്രോസ് 4:19 എടുക്കുക. 2 കോരിന്ത്യർ 1:5 മുതൽ 8 വരെ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ, കേട്ടോ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിനാൽ തന്നെ. അതായത് ഒരുമിച്ച് ഒരു കഷ്ടം സഹിക്കുക. അത് ശാരീരികമായിട്ടുള്ള കഷ്ടം മാത്രമൊന്നുമല്ല, മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മെന്റലി ടോർച്ചറിങ് ഒക്കെ ഇതിനകത്ത് വരും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ആ കഷ്ടത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ കഷ്ടം എത്ര പേർക്ക് വേണം? അവര് മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് അവർക്ക് മാത്രമേ തേജസ്കരണമുള്ളൂ. ശൂബാലാബ, ശാന്താരാലാബ, ശാഥൂരാലാബ. ഏജ് ഒരു പ്രശ്നമല്ല, എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമല്ല, ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല. ഈ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നത് എന്ന് വെച്ച് നെഞ്ചത്തോട്ട് കൈപിടിച്ച് ഒന്ന് അലറി കരയാമോ? എന്റെ കർത്താവ് നിന്റെ അകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യും. അറിയാത്ത ദേശത്ത്, അറിയാത്ത നാട്ടുകാരുടെ ഇടയിൽ, അറിയാത്ത ലാംഗ്വേജിൽ
ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഭാഗ്യം തരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 1 പത്രോസ് 4-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് അതുകൊണ്ട് വായിക്കാം. 1 പത്രോസ് 4. വിവേകപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ Praise the Lord. ദൈവഹിതപ്രകാരമുള്ള കഷ്ടം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്ന് അറിയുക എന്ന് എഴുതിയിരിക്കുന്ന 2 തിമോത്തിയോസ് 1:8 പറയുന്നു. സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം മാത്രം കഷ്ടം സഹിക്കുക. സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുക. ഇനി മേലാൽ ഒരു പനി വരുമ്പോ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ആക്സിഡന്റ് വരാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നാൽ തന്നെ, വന്നാൽ തന്നെ അതല്ല കഷ്ടമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ കഷ്ടം എന്ന് പറഞ്ഞത്, നമുക്കുള്ള കഷ്ടം എന്ന് പറയുന്നത് ക്രിസ്തു മൂലമുള്ള കഷ്ടതയാ. അത് മാറിപ്പോകാൻ അല്ല പ്രാർത്ഥിക്കേണ്ടത്. അതിനകത്തൂടെ അപ്പുറം പോകുവാനുള്ള ദൈവകൃപയാ നാം പ്രാർത്ഥിക്കേണ്ടത്. ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ അകപ്പെട്ടപ്പോൾ ക്രിസ്തു മൂലം ദൈവനാമം നിമിത്തമായുള്ള കഷ്ടത, അവൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ല, കർത്താവേ ഈ കഷ്ടം യേശുവിൻ പിതാവേ അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇതിനെ ശാസിക്കുന്നു പറഞ്ഞില്ല. ഒരാളെ വിളിച്ചു പറഞ്ഞതുമില്ല പ്രാർത്ഥിക്കണമെന്ന്. കാരണം ദാനിയേലിന് പരിജ്ഞാനമുണ്ട്. അവൻ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇത് തിന്നാൽ തന്നെ അടുത്ത നിമിഷം കൊണ്ട് ഛർദ്ദിച്ചു വെക്കുമെന്ന് ജീവനോടെ. യോനാ പ്രവാചകന്റെ കഥ നമുക്ക് അറിയത്തില്ലേ? ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവനെ തീച്ചൂളയിലേക്ക് എറിയുവാൻ രാജാവ് ഉത്തരവ് കൊടുത്തപ്പോൾ അവന്റെ തീരുമാനം അവൻ മാറ്റിയില്ല, മറിച്ച് ഒന്നുകൂടെ കടുപ്പിച്ചു. ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും പിതാവേ അങ്ങയുടെ നാമത്തിൽ ഈ തീച്ചൂളയുടെ ശക്തിയെ ഞാൻ കെടുത്തുന്നുവെന്നല്ല പറഞ്ഞത്, മറിച്ച് ഈ തീച്ചൂളയുടെ മധ്യത്തിൽ കൂടി പോയി ഞങ്ങൾ മരിച്ചാലും ഇല്ലെങ്കിലും വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിനെ നമസ്കരിക്കുന്ന പ്രശ്നമില്ല. ലോകത്തിനെതിരെ സന്ധിയില്ല സമരം ചെയ്യുന്ന, സന്ധിയില്ല യുദ്ധം ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ആരാന്നാ വിചാരം? ഉയരത്തിലെ ശക്തി ലഭിച്ചവരാ, അന്ധകാരത്തിന്മേൽ ജയം പ്രാപിച്ചവരാ, ആത്മാവിൽ ജയിച്ചവരാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കണം. അട്ടമന്നറിയിക്കുന്ന വൈഡരാജകൾ അന്ധകാര ശക്തികൾ എന്നെയും നിന്നെയും കണ്ട് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ അവനെ വലിയ കാര്യമായിട്ട് കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ട. അവൻ നമ്മുടെ പരിയത്ത് പോലും വരത്തില്ല എന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുവാൻ ഈ രാത്രിക്കാലം ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, ആസിയയിൽ നിങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോടുമാറ് ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു. മനസ്സിലായോ? ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കേ. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്നു. 2 തെസ്സലോനിക്കർ 1:4-5 വാക്യങ്ങളായി വായിക്കുന്നത് വേണമെങ്കിൽ എഴുതി വെച്ചോണം. 2 തെസ്സലോനിക്കർ 1:4-5. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. അപ്പൊ കഷ്ടം എന്തിനു വേണ്ട? ദൈവരാജ്യത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ കമ്പനിക്കകത്ത്, ഞാൻ ഒരു ഗവൺമെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജറിയൽ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ഹാപ്പി ന്യൂ ഇയറോ അല്ലെങ്കിൽ ഒരു മെറി ക്രിസ്മസോ അല്ലെ ഹാപ്പി ദീപാവലിയോ പറഞ്ഞില്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ കൃപയാൽ ദൈവ വചനത്തിനകത്തില്ലാത്ത ഒരാഘോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും പൈശാചികമാണെന്ന് വിളിച്ചു പറയാനുള്ള തന്റെ ഇടം ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് തന്നു. 53 പേര് വർക്ക് ചെയ്യുന്നിടത്ത് 52 പേരുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഒരുവൻ മാത്രം മാറി നിൽക്കും. കാരണം എനിക്ക് ആരും ഒരു വിഷം തരത്തില്ല. കാരണം എന്തുകൊണ്ടാണ് ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പറയാത്തതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വചനം പറയുന്നു. തെറ്റോ ശരിയോ എന്നുള്ളതല്ല, വചനം പറയുന്നു നിങ്ങൾ കാണ്ടുകളും കാലങ്ങളും നോക്കുന്നു. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാൽ ഒന്നും സംഭവിച്ചൊന്നും പോകത്തില്ല. പക്ഷെ എന്റെ വിശ്വാസത്തിന് അത് തെറ്റാ. കാരണം ഞാൻ ചെയ്യത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഹാപ്പിയാ, എല്ലാ മണിക്കൂറും ഹാപ്പിയാ. Every moment and every second I am happy.
കാരണം നോട്ട് ബിക്കോസ് ഓഫ് എനി അതർ വേൾഡ്ലി തിങ് ബട്ട് ബിക്കോസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ആ പരിജ്ഞാനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് കഷ്ടം ഹേതുവായി ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യരായി എണ്ണും. 2 തിമോത്തിയോസ് 1:8 പറയുന്നു, സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം മാത്രമേ കഷ്ടം സഹിക്കാവൂ എന്ന് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെ കൊണ്ടുവരുമെന്ന്. ക്രിസ്തു മൂലമുള്ള കഷ്ടത സഹിഷ്ണുതയെ കൊണ്ടുവരും. ആ സഹിഷ്ണുത സിദ്ധതയെ കൊണ്ടുവരും. ആ സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടത്തിലും പ്രശംസിക്കുന്നവരായി തീരും. 2 തിമോത്തിയോസ് 2:3 പറയുന്നു, ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായ നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ആര്? പൗലോസ് തിമോത്തിയോസിനോട് പറയാ, പ്രിയ സഹോദര, ആമേൻ, നീ എന്റെ അനിയനാ, നീ എന്റെ മോനാ, കാരണം ഒക്കെ ശരിയാ. പക്ഷേ ആമേൻ, ഈ കഷ്ടം സഹിക്കുവാൻ നീ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം ഈ കഷ്ടതയില്ലെങ്കിൽ ആമീൻ തേജസ്കരണമില്ല. ഈ കഷ്ടതയില്ലെങ്കിൽ സഹിഷ്ണുതയില്ല, പ്രത്യാശയില്ല, ഒന്നുമില്ല. ഇപ്പൊ ഒരു പഠിപ്പിക്കലുണ്ട്, യേശു കഷ്ടം സഹിച്ചുകൊണ്ട് എനിക്ക് ഇനിയും കഷ്ടമില്ലെന്ന്. ശരിയാ, ലോകപ്രകാരം എല്ലാ കഷ്ടവും ക്രൂശിലൂടെ തീർന്നു. എന്നാൽ ആത്മാവിൽ വചനത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടം മാത്രമേ ആമീൻ നമുക്കുള്ളൂ. അതോർത്താ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അച്ഛാ, ഇനി എത്ര സമയം കൊണ്ടെന്ന് പറയാമോ? 20 minutes. ഓ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ദൈവ മക്കളുമായിട്ട് സംസാരിക്കുവാൻ ആമീൻ പ്രിപ്പയർ ചെയ്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ടെസ്റ്റിമണി എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ സിസിയാൻഡി അത് ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദിസ് ഈസ് വാട്ട് ഈസ് ടെസ്റ്റിമണി. ആമീൻ. നമ്മുടെ രോഗം മാറ്റിയതോ, ആമീൻ ചൊറിച്ചിൽ മാറ്റിയതോ, പനി മാറ്റിയതോ, കൊറോണ മാറ്റിയതോ, ക്യാൻസർ മാറ്റിയതോ, ആമീൻ കടഭാരം മാറ്റിയതോ, അല്ലെ ആക്സിഡന്റിൽ നിന്ന് കർത്താവ് വിടുവിച്ചതോ, ഇതൊന്നുമല്ല ദൈവവചന പ്രകാരമുള്ള സാക്ഷ്യം, ടെസ്റ്റിമണി. ഞാൻ അതിലോട്ടാണ് വരുന്നത്. അതിന് മുമ്പായിട്ട് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എന്റെ സാക്ഷികളാകും. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലായിടത്തും പോയി ആമീൻ രോഗം മാറിയ കഥ പറയുമെന്നല്ല. ഇത് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം പുതുതായിട്ട് ഒരാൾ വന്നു കഴിയുമ്പോൾ അവർക്ക് വരുന്ന ചില അനുഭവങ്ങളൊക്കെ എന്റെ കർത്താവ് കൊടുക്കും. അവർ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങ് കൊടുക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ദൈവം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത ലെവലിലേക്ക് നാം ഒന്ന് കയറുവാൻ വേണ്ടിയിട്ടാ, അടുത്ത ലെവലിലേക്ക് ആമീൻ ഒന്ന് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാ. പിന്നീട് 20 വർഷം മുമ്പ് ഉണ്ടായ ഒരു വിടുതലിനെ കുറിച്ച് ലോകം മൊത്തം നടന്ന് ആമീൻ ഇളക്കി പെരുപ്പിക്കരുത്. യേശുവിന്റെ ക്രൂശായിരിക്കണം നമ്മുടെ സാക്ഷ്യം. നിങ്ങൾ ലോകം മുഴുവൻ സാക്ഷികളായി തീരുക എന്ന് പറഞ്ഞാൽ you are going to be the victim of God. I mean, you are going to be the exact representation of God. അല്ലാതെ മറ്റൊന്നുമല്ല. കർത്താവിന് വേണ്ടി സംസാരിക്കുക. കർത്താവ് എങ്ങനെ ഈ ലോകത്തിലായിത്തീർന്നുവോ അതുപോലെ നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ്. സാക്ഷികൾ എന്ന് ദൈവവചനം പറയുന്നത് ജയിച്ചവരുടെ ഒരു കൂട്ടമാണ്. ജയിച്ചവരുടെ ഒരു കൂട്ടം, തോറ്റവരുടെ അല്ല, ജയിച്ചവരുടെ കൂട്ടം. അതിനകത്ത് മോശയുണ്ട്, അബ്രഹാമുണ്ട്, പഴയ നിയമ അപ്പോസ്തലന്മാരും പഴയ നിയമ പ്രവാചകന്മാരും പുരോഹിതന്മാരും പുതിയ നിയമ പ്രവാചകന്മാരും വിശുദ്ധന്മാരും എല്ലാവരും അതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. പഴയ അവരെന്താണ് പറയുന്നത് അറിയാവോ? അവരെല്ലാവരും ഗാലറിയിൽ ഇരിക്കുക. ഞാനിത് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരാളാണോ 1,00,000 പേരാണോ എന്ന് നോക്കാത്തതിന്റെ കാരണം ഈ ഗാലറിയിൽ ഇരിക്കുന്ന ഈ ശ്രേഷ്ഠ ജനം കൊണ്ടാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, തൊട്ട് പുറകിൽ ഒരു ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുക, ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ ജയിച്ച മണ്ഡലമായി ഇത്, ധൈര്യമായി മുമ്പോട്ട് പോയിക്കോ. ആര് ചെറുത്താലും ആരെതിർത്താലും ആര് താപ്പോട്ടാക്കിയാലും ആര് മേപ്പോട്ടാക്കിയാലും ഒരേ സ്റ്റാൻഡേർഡിൽ പോകുവാൻ കഴിവ് കിട്ടിയവരാണ് ആത്മാവിൽ ജയമെടുത്ത ദൈവത്തിന്റെ ജനം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്താണ് ഇവരുടെ ജോലി എന്നറിയാമോ? പുറകിൽ നിന്ന് കൈയടിക്കുക, ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോ. ഇവരാരും ചത്ത് മൺമറഞ്ഞങ്ങ് പോയിട്ടില്ല. അവരെല്ലാവരും കാര്യം വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണം കാണത്തില്ല. ചത്തു മൺമറഞ്ഞു പോയവരല്ല നമ്മുടെ പിതാക്കന്മാർ. ആത്മാവിൽ അവരെ കാണുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ തള്ളി പറയേണ്ട ഒരു അനുഭവം നമുക്കുണ്ടായാൽ, ഉണ്ടാവാറുണ്ടല്ലോ. നമ്മളൊക്കെ പല പല രാജ്യങ്ങളിൽ താമസിച്ചവരാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തള്ളിപ്പറയേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടത്തോടു കൂടിയല്ല, ഭയം കൊണ്ടായിരിക്കും ചിലപ്പോൾ മറ്റു പല കാര്യങ്ങൾ. അവിടെ നിന്ന് ആരിറങ്ങി വരും എന്നറിയാമോ? പത്രോസ് അപ്പച്ചൻ ഇറങ്ങി വരും. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്,
ധൈര്യമായിട്ട് പോയി പേടിക്കേണ്ട. അപ്പന്റെ ആ കാഴ്ച പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു സർക്കിളിനുള്ളിൽ നിന്ന് മാറാതിരുന്നാൽ മതി. യൂതയെ പോലെ പോയി ഓടി കെട്ടിതാങ്ങി ചാകാതിരുന്നാൽ മതി. ധൈര്യമായിട്ട് നിനക്കൊരു വലിയ വ്യത്യാസം ഉണ്ടാകും. ഹാലലൂയ. ഒരിക്കലും അവൻ 3 പ്രാവശ്യം തള്ളിപ്പറയാൻ തുടങ്ങി. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നിട്ട് കർത്താവ് ഒന്ന് നോക്കി, യേശു ഒന്ന് നോക്കിയപ്പോ അതിദുഃഖത്തോടെ പുറത്തു പോയി പൊട്ടിക്കരഞ്ഞെന്നാ എഴുതിയേക്കുന്നത്. അപ്പൊ അവന്റെ നോട്ടത്തിന്റെ പരിധിയിലുണ്ടോ? ശബല ഹദന ബല റിബല. എന്തു വലിയ പ്രശ്നം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും മുൻപോട്ട് ഓടുവാനുള്ള സാക്ഷ്യമായി അവൻ ഇറങ്ങി വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ സ്വത്തും സമ്പാദ്യവും വിടാൻ മടി കാണിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ, ദൈവരാജ്യം നിമിത്തം, കർത്താവ് നിമിത്തം ഒരു മടി കാണിക്കുന്നവനുണ്ടെങ്കിൽ അവിടെ അബ്രഹാം പിതാവ് ഇറങ്ങി വരും. എന്നിട്ട് പറയും, ധൈര്യമായിട്ട് വിട്ടോ, ഇതിനെക്കാട്ടി ശ്രേഷ്ഠമായുള്ളതിനെ ദൈവം നമ്മളെ ഇറക്കും. കാരണം പറഞ്ഞെങ്ങനെയാ, എങ്ങോട്ടെന്നറിയാതെ. ഒരു ചോദ്യവും ചോദിച്ചിട്ട് ഒരു ആൻസറും തന്നില്ല. എങ്ങോട്ടെന്നറിയാതെ അബ്രഹാം ഇറങ്ങി. ഒരു വാക്ക് മാത്രം വിശ്വസിച്ച് ആ അബ്രഹാം അപ്പച്ചൻ ഇറങ്ങി വരും. വിശുദ്ധി ചോർന്നു പോകുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് അകപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഉണ്ടെങ്കിൽ അവിടെ യോസഫ് അപ്പച്ചൻ ഇറങ്ങി വരും. എന്നിട്ട് പറയും, നിന്റെ വസ്ത്രം വിട്ടു നീ ഓടിക്കോ. പരിശുദ്ധാത്മാവെന്ന വസ്ത്രമല്ല, തെറ്റിദ്ധരിക്കരുത്. നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബേസിക് റിക്വയർമെന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും വിട്ട് ചോടിക്കോ. കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് നീ ഓടിക്കോ, ധൈര്യമായി ഓടിക്കോ. അതുകൊണ്ടാണ് പറഞ്ഞത്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ട് മുറുകെ പിടിക്കുന്ന പാപം വിട്ട് വരും വാക്കിലേക്ക് ഓടുക. ദൈവം ഇപ്രകാരം ആ പാട്ട് കേൾക്കുന്ന, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ, പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമോ, നേരവും യേശുവേ നോക്കിടും. പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമോ, നേരവും യേശുവേ നോക്കിടും. ഈ നല്ല സാക്ഷികൾ നമുക്ക് ചുറ്റുമെല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന സ്ഥാനത്ത് ഈ വിശ്വാസം നമ്മുടെ മുമ്പിലോട്ട് പുഷ് ചെയ്യും. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ധൈര്യം ചോർന്നു പോകുന്ന സന്ദർഭങ്ങൾ, ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവമക്കളുടെ, ദൈവദാസന്മാരുടെ ധൈര്യം ചോർന്നു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവിടെ മോശ ഇറങ്ങി വരും, അവിടെ ദാവീദ് ഇറങ്ങി വരും. മോശയുടെ പ്രത്യേകത എന്താ? അവൻ ധൈര്യത്തോടെ ഫറവോനോട് സംസാരിച്ചവനാ, ദൈവത്തോട് പോലും കൈ ചൂണ്ടി സംസാരിച്ചവനാ. എന്താ പറയുന്നേ? ഇവരെ കൂടാതെ എന്നെ അയക്കരുത് എന്ന് പറയുവാൻ ധൈര്യം കാണിച്ചവൻ. സ്വന്തക്കാരിൽ ഒരുത്തിനെ തൊട്ടവനെ തട്ടി കുഴിച്ചിട്ടതായ മോശ, അവൻ ഇറങ്ങി വന്നതിനോട് സംസാരിക്കും, നമുക്ക് വേണ്ടി സംസാരിക്കും. ഞാൻ ഇതൊക്കെ നമ്മുടെ വിശ്വാസം. ദൈവത്തെ സ്തുതിക്കുക. ഒറ്റക്കേകനായി തീരുന്ന അനുഭവങ്ങൾ ക്രിസ്തു മൂലം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ലേ? സ്വന്തം ഭാര്യ തള്ളിക്കറിഞ്ഞിട്ട് ഇപ്പൊ പോയിട്ടില്ലേ? കുടുംബം നിന്നെ വെടക്കെന്ന് പറഞ്ഞു പോയിട്ടില്ലേ? നീ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് മാത്രം നീ ഒറ്റപ്പെട്ടു പോയില്ലേ? അവിടെ ആരിറങ്ങി വരുമെന്നറിയാമോ? പത്മോസിൽ ഇറങ്ങിയവൻ യോഹന്നാൻ അവിടെ ഇറങ്ങി വന്ന് സംസാരിക്കും. ഒന്നും ഭയപ്പെടാനില്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുകയാ. ഭയം എന്നുള്ളത്, ലോകപ്രകാരം ഭയം എന്നുള്ളത്, അത് ലോകക്കാർക്കാ. നാം ലോകത്തിനും ലോകം നമുക്കുമെതിരെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നോർത്താ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇനി കർത്താവ് കൂടെ ഉണ്ടായിട്ടും പലപ്പോഴും തോന്നിട്ടില്ലേ, ആന്റി താന്നു പോകുന്നല്ലോ. പലതിലും നമുക്കൊരു ടെൻഷൻ തോന്നിയില്ലേ? ഹല്ലേലൂയ. അവിടെ പത്രോസ് അപ്പച്ചൻ ഇറങ്ങി വന്നിട്ട് പറയും, നിനക്ക് നീന്തലൊക്കെ അറിയാൻ സാധ്യത, പക്ഷെ നിന്റെ നീന്തൽ ഇപ്പൊ എടുക്കണ്ട, അപ്പന്റെ കരത്തിലോട്ടൊന്ന് പിടിച്ചാൽ മതി. അല്പം ഒന്ന് താഴുന്നത് പോലെ, 2 സ്റ്റെപ്പൊക്കെ താഴുന്നത് പോലെ തോന്നും. അടുത്ത സ്റ്റെപ്പ് നീ പുറത്ത് ചാടും, നിന്നെ പുറത്തെടുത്തിടുവന്ന്. ഹല്ലേലൂയ. ഇത്ര വലിയ ധൈര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത്ര വലിയ ധൈര്യവാന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അന്യായമായ മുതൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുവാൻ, ക്രിസ്തു മൂലം അത് വിട്ടുകൊടുക്കുവാൻ പ്രശ്നം നേരിട്ടാൽ, അല്ലെങ്കിൽ മനസ്സനുവദിക്കാഞ്ഞാൽ, അവിടെ സക്കായി ഇറങ്ങി വന്ന് സാക്ഷ്യം പറയും. കർത്താവ് പറഞ്ഞത് പറയേണ്ടതുപോലെ ജനത്തോട് പറയുവാൻ ധൈര്യമില്ലാതിരിക്കുമ്പോ
യോന പ്രവാചകൻ അവിടെ ഇറങ്ങി വന്ന് സംസാരിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ് പ്രവാചക നിന്റെ ജോലി? ഞാൻ ഇത് പറഞ്ഞു വന്ന കൂട്ടത്തിലങ്ങ് പറയുക, മറ്റൊന്നുമല്ല. ഭാവി ഭൂത വർത്തമാനം പറയുന്നത് ലോകപ്രകാരമുള്ള പ്രവചനമാ. എന്നാൽ ദൈവവചനപ്രകാരമുള്ള പ്രവചനം എന്ന് പറയുന്നത് ഒരുവനെ അയക്കപ്പെട്ടവനിലൂടെ ക്രിസ്തുവിന്റെ പൂർണ്ണതയുള്ള വചനം പറഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ അടുപ്പിക്കുന്നവനാണ് പ്രവാചകൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആ പ്രവാചകൻ നമ്മുടെ അകത്ത് വസിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ മുമ്പിൽ ഒരുവനെ കിട്ടിയാൽ, പ്രാർത്ഥനയ്ക്ക് കിട്ടിയ മഞ്ഞു പെയ്യുന്ന ദേശം നമ്മുടെ മുമ്പിൽ വരത്തില്ല. ഹല്ലേലൂയ. ഇരുട്ടുള്ള ഒരു ദേശം നിന്റെ മുമ്പിൽ വരത്തില്ല. നമുക്ക് വരുന്നത് ക്രിസ്തുവിന്റെ പൂർണ്ണതയുള്ള വചനമാ, ക്രൂശിന്റെ വചനമാ, നിത്യജീവന്റെ വചനമാ, ആരാധനയുടെ ശക്തിയാ, ആത്മാവിന്റെ ശക്തിയാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ആകെയുള്ള ജീവിതമാർഗം പോലും വിടാൻ കോളിംഗ് കിട്ടുമ്പോൾ, അങ്ങനെ ചിലരോടൊക്കെ പറയും ആകെയുള്ളതെല്ലാം വിട്ടിട്ട് ഇറങ്ങിക്കോളാൻ പറയും ചിലതിനോട്. അത് വിടാൻ നേരം കർത്താവേ ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയത് എങ്ങനെയാ വിടുന്നത് എന്ന് നമ്മൾ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോ അവിടെ മുക്കുവ സഹോദരൻ ഇറങ്ങി വരും. ഒരു വള്ളം വല നിറയെ വലിച്ചു കയറ്റിയ മീൻ അങ്ങോട്ട് കിട്ടിയപ്പോ പത്രോസ് അപ്പച്ചൻ പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ. ആദ്യം പറഞ്ഞതാ. പിന്നീട് അവനത് വിട്ടിട്ട് ശ്രേഷ്ഠമേറിയ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അവൻ അവിടെ വന്ന് സാക്ഷ്യം നമുക്ക് വേണ്ടി പറയും. രോഗമായി, കഷ്ടമായി, പ്രതികൂലമായി സാത്താൻ വാദിച്ച് തോൽക്കുമെന്ന് തുടങ്ങും നമുക്ക് തോന്നുമ്പോ അവിടെ ഇയ്യോബ് ഇറങ്ങി വരും. സഹോദരന്മാർ എതിരാകുന്നിടത്ത് പൊട്ടക്കിണറിന്റെ അനുഭവം കടന്നു വരുമ്പോ അവിടെ യോസഫ് ഇറങ്ങി വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഇപ്രകാരം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെ 3 വാക്യം കൂടെ വായിച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക. സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. യേശു പറഞ്ഞതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്നെ കുറിച്ച് തന്നെ. എന്താണ് യേശുവിന്റെ സാക്ഷ്യം? ഒന്നിനും കൊള്ളാതിരുന്ന, അനുസരണം കെട്ടവരായ, ചതിയന്മാരായ, വഞ്ചകന്മാരായിരുന്ന മനുഷ്യനെ എന്റെ രക്തം കൊടുത്തവന്റെ പാപത്തിൽ ഞാൻ വീണ്ടെടുത്തു എന്നുള്ളത് അവന്റെ സാക്ഷ്യം. പിതാവ് എന്താ സാക്ഷ്യം പറയുന്നത്? വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതാ പിതാവിന്റെ സാക്ഷ്യം. ഒന്നിനും കൊള്ളാതിരുന്നവന്റെ അകത്തെന്റെ ആത്മാവിനെ നിറച്ചെന്നുള്ളതാ ദൈവത്തിന്റെ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യവും ലോകപ്രകാരമുള്ളതല്ലാതിരിക്കട്ടെ. ആ സാക്ഷ്യത്തെ വചനം സപ്പോർട്ട് ചെയ്യുന്നില്ല. ദൈവത്തെ സ്തുതിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് രക്ഷിക്കപ്പെടാത്തവൻ എന്തെങ്കിലും പറയട്ടെ സാക്ഷ്യമായിട്ട്. നമ്മുടെ സാക്ഷ്യമോ നമ്മെ വിടുവിച്ച കർത്താവിന്റെ സാക്ഷ്യമാ, എറ്റേണൽ ലൈഫിന്റെ സാക്ഷ്യമാ. സിസി ആന്റി ഇത് കേൾക്കുന്നതിന് മുൻപേ ആ വചനം പറഞ്ഞു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതാണ് യഥാർത്ഥ സാക്ഷ്യം. ഞാൻ പൊക്കി പറയുന്നത് അതൊന്നുമല്ല. ഇതിന്റെ യഥാർത്ഥമായ അർത്ഥം ഗ്രഹിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ നാം മുമ്പേ പറഞ്ഞ വാക്യമാ, നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരം എന്തുവാന്ന് ഞാൻ പറഞ്ഞു, കഷ്ടം എന്തുവാന്ന് ഞാൻ പറഞ്ഞു, മുറുകെ പിടിക്കുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എന്താണ് യഥാർത്ഥമായ സാക്ഷ്യം? അതായത് ദൈവമക്കളുടെ സാക്ഷ്യം. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ എന്തു ചെയ്തു എന്ന് നാം അറിഞ്ഞിട്ട് അത് പറയുന്നതാണ് സാക്ഷ്യം. ആ നല്ല കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിച്ചു? ഇതാണ് നമ്മുടെ സാക്ഷ്യം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാത്തതുള്ള ഒന്നും സാക്ഷ്യമല്ല, ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ആ അനുഭവം കർത്താവ് തരത്തിലെന്നല്ല ഞാൻ പറഞ്ഞത്. തന്നാൽ അത് സഭയിൽ എഴുന്നേറ്റ് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആക്കി മാറ്റരുത്. കാരണം ആ സാക്ഷ്യം ദൈവം നിനക്ക് തന്നത് അത് മനുഷ്യന്റെ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ദൈവം നിനക്ക് തന്നത് അടുത്ത സാക്ഷ്യത്തിലേക്ക് നീ കടക്കാൻ വേണ്ടിയിട്ടാ. ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. ആൽറെഡി 1 കൊരിന്ത്യർ 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ, മനസ്സിലായോ? ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നനായി തീർന്നു. മനസ്സിലാകുന്നുണ്ടോ? അതായത് ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിൽ നാം ഉറപ്പാകുന്ന വെച്ചാൽ അതിന്റെ അർത്ഥം പരിജ്ഞാനത്തിൽ, ദൈവവചനത്തിൽ, ആത്മാവിൽ ഉറപ്പുള്ളവരായി തീർന്ന അവരെഴുന്നേറ്റ് എന്ന് പറയുന്നത് കർത്താവ് വിടുവിച്ച കാര്യമാണ്. അതായത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞിനെ
3 വയസ്സുള്ളപ്പോൾ ഒരു ടോയ് കാർ മേടിച്ചു കൊടുത്തു. വളരെ മനോഹരമായ ടോയ് കാർ. അവൻ അതുകൊണ്ട് നടക്കും. എന്തിനാ? ഒരല്പ സന്തോഷം കൊടുക്കാനാ. എന്നാൽ 25 വയസ്സാകുമ്പോൾ ഈ ടോയ് കാറും കളിച്ചുകൊണ്ട് നടന്നിട്ട് എനിക്ക് മന്ദബുദ്ധി എന്ന് മാത്രമേ അവനെ വിളിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൻ ദുഃഖിക്കും. അപ്പൊ എന്തുകൊണ്ടാ? തരുന്നതിനെ അല്ല, തന്നവനെ സ്നേഹിക്കുവാനും അവനെ റെപ്രസെന്റ് ചെയ്യുവാനുമുള്ള ദൈവകൃപ നമ്മുടെ ജനത്തിന് കിട്ടട്ടെ. പരിജ്ഞാനമില്ലായെങ്കിൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പ്രൈസ് ലോർഡ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, 2 തിമോഥെയോസ് 1:7-8. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും കേട്ടോ, അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ എന്താണ് കർത്താവിന്റെ സാക്ഷ്യം? ആ സാക്ഷ്യം പ്രാപിച്ച ദൈവമക്കൾ കർത്താവിനെ മാത്രമേ ഉയർത്തൂ. സാക്ഷ്യമെന്ന് പറയുന്നതും പ്രവചനമെന്ന് പറയുന്നതും ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ക്രിസ്തുവാകുന്ന തലയോളം വളർത്തുക. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാനാകുന്നുവെന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വരും. അവരെ അനുഗമിക്കരുത്. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അതാദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ല. പിന്നെ അവൻ അവരോട് പറഞ്ഞു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ വലിയ ലക്ഷണങ്ങളും ഉണ്ടാകും. ഇതെല്ലാറ്റിനും മുമ്പേ എന്റെ നാമനിമിത്തം, ഇനി ശ്രദ്ധിച്ചോണം, ഇതെല്ലാറ്റിനും മുമ്പേ എന്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അടുത്ത വാക്യം, അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ തരമാകും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ തരമാകും. ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്ക് ഏറും തോറും ആമേൻ നമ്മുടെ തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിജ്ഞാനത്തോടെ ദൈവജനം മുന്നേറട്ടെ. ആമേൻ. സാക്ഷ്യം എന്ന് പറയുന്നത് ആമേന്റെ കർത്താവിനെ ഉയർത്തുന്നതാണ് സാക്ഷ്യം. പ്രവചനം എന്ന് പറയുന്നത് കർത്താവിനോട് അടുപ്പിക്കുന്നതാണ് പ്രവചനം. നിത്യരാജ്യം ഒരുവൻ ഉറപ്പാക്കുന്നതാണ് പ്രവചനം. ഇങ്ങനെ ഒരുപാട്, ഞാൻ ദീർഘായുസ് എന്താണെന്ന് പറഞ്ഞു, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നതാണ് ദീർഘായുസ്. ഇങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസുകൾ ദൈവവചനത്തിനകത്തുണ്ട്. ലോകത്തിന്റെ ഡെഫിനിഷൻസുമായി നിങ്ങൾ അതിനെ മിക്സ് ചെയ്യരുത്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ആമേൻ വീണ്ടും നമുക്ക് കാണാം. ഇല്ല എങ്കിൽ ക്രിസ്തുവിനോടൊപ്പം രൂപാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെടുന്നത് വരെ എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ. താങ്ക് യു. പാസ്റ്റർ.